ഓൾ, ഹാപ്പി ക്രിസ്മസ്. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എറണാകുളത്തായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും എറണാകുളത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ക്രിസ്മസ് ഡേ ആണ് കാണിക്കുന്നത്. ഡേ അല്ല, നൈറ്റ്. അതെ, ഞങ്ങളുടെ ഒരു ക്രിസ്മസ് നൈറ്റാണ്. ഞങ്ങൾ താമസിക്കുന്നത് ചങ്ങമ്പുഴയിലാണ്. അപ്പം ഞങ്ങളുടെ അടുത്താണ് ഈ എടപ്പള്ളി വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ആയ ചർച്ചാണിത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയായിരുന്നു. അവിടെ ഭയങ്കര ലൈറ്റ് സെറ്റപ്പൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും നിങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള അത്രയൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് നല്ല രസമായിരുന്നു, കൊള്ളായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലതായിരുന്നു. പള്ളിയൊക്കെ നല്ലതായിട്ട് അലങ്കരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് പള്ളിയുടേത്. നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നൈസായിട്ട് പള്ളിക്കകത്ത് കയറാൻ തീരുമാനിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടാണ് ഞങ്ങൾ കണ്ടത്. ഇപ്പോഴത്തെ ഒരു വ്യൂ ആണ് ആ പള്ളീൻ്റെ. അത്രയ്ക്ക് രസമുള്ള നല്ല രസമായിരുന്നു ലൈറ്റിംഗ് ഒക്കെ. ഞങ്ങൾ പള്ളിക്കകത്ത് കയറി പിന്നെ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അധികം ഞങ്ങൾ നിന്നില്ലേ, കാര്യം പുറത്ത് ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പള്ളിയിലെ പ്രധാന പ്രത്യേകതയാണ് അവിടുത്തെ ബോഗൻ വില്ല എന്ന് പറയുന്നത്. ഈ അടിപൊളിയാണ്. അവിടെ അടിപൊളിയായിട്ട് ബോഗൻ വില്ലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മുന്നേ ഉണ്ട്. അപ്പം ഈ ലൈറ്റും കൂടെയൊക്കെ അതിൻ്റെ കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. പിന്നെ അവിടെ ഇതുപോലത്തെ ഈ ഇങ്ങനെ ഒരു തലയിൽ വയ്ക്കുന്ന സാധനമാണ്. ഇതിലാണെങ്കിൽ ലൈറ്റൊക്കെ വരുന്നത് റീത്ത് പോലത്തെ സാധനമാണ്. അപ്പോൾ ഇത് തലയിൽ വയ്ക്കാൻ പറ്റും. അപ്പം അവിടെ അങ്ങനെ ആരും വച്ചുകൊണ്ട് നടന്നിട്ടില്ലായിരുന്നു. ഞാൻ മാത്രമാണ് ഈ സാധനം ശരിക്കും പറഞ്ഞ് വച്ചുകൊണ്ട്. ഞാൻ തൊപ്പിയാണെന്ന് നോക്കിയത്, പക്ഷേ ഇത് അമ്മ എനിക്ക് ഇത് വാങ്ങിച്ചു തന്നു. ഞാൻ ഇത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ചോ കാണിച്ചത്. രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതും വെച്ചോണ്ടായിരുന്നു നടന്നത് കുറച്ച് നേരം കേട്ടോ, കുറച്ച് നേരം. ബിക്കോസ് അവിടെ ആരും ഇത് വെച്ചിട്ടില്ല. നിങ്ങൾ തന്നെ നോക്കിയറിയാം, ആരും വെച്ചിട്ടില്ല. ഞാനാണ് ഇതും വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആർച്ച് പോലെ കുറേ ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ലൈറ്റാണ് അവിടെ. എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, നടക്കുന്നു, ഇതൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഫോട്ടോ വെച്ച് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ ജങ്കാറ് ചതച്ചു. ഞങ്ങൾ പോയപ്പോഴത്തേക്കും ജങ്കാറിൻ്റെ ഇത് എന്നാലും അവരൊരു എക്സ്ട്രാ ഒന്നുകൂടെ വെച്ചായിരുന്നു. പക്ഷെ അതിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഞങ്ങൾ പുറകെ ആയിരുന്നു. അങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തി. എല്ലാവർക്കും അറിയായിരിക്കുമോ? ഇല്ല, അറിയത്തില്ലെങ്കിൽ ഇതാണ് എൻ്റെ അനിയത്തി. പിന്നെ ഇത് ക്രിസ്മസ് പപ്പൻ്റെയൊക്കെ ഇതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഈ ട്രെയിൻ ഓടുമായിരുന്നു, പക്ഷെ അത് എന്തോ ഓടിയില്ല, എന്തോ സ്റ്റക്കായി പോയായിരുന്നു. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവ് ഒരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയും കുറേ നേരം ഇവിടെയൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ക്രിസ്മസ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാം. അപ്പോൾ ലവ് യു ഓൾ, ബൈ.